ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഷെയർ മാർക്കറ്റിൻ്റെ ഡാർക്ക് സൈഡിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടി, അതിന് വളരെ നന്ദി. ഇന്ന് ഞാൻ വളരെ ക്യാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് പ്രധാനമായിട്ടും എൻ്റെ എക്സ്പീരിയൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിനെ പറ്റി ഞാൻ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അതായത് ഐ ജസ്റ്റ് ലൈക്ക് ടു ടോക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഷെയർ മാർക്കറ്റ് പഠിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിലും ഞാൻ വലിയൊരു ഷെയർ മാർക്കറ്റ് ഗുരുവാണെന്ന് കാണിക്കാനോ അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്തൊരു സുഖം കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയൊന്നുമല്ല. ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ്. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് കാല് കുത്തിയപ്പോൾ തൊട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് കിട്ടിയ തട്ടുകേടുകൾ, എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങൾ, അങ്ങനെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, ലാഭങ്ങളുണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുള്ള സ്റ്റേജുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഒരു വലിയ ജേണിയാണെന്ന് ഇവിടെ പറയാം. അപ്പോൾ ഇതിനകത്തുണ്ടായ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇതെല്ലാം ഒരുപാട് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും ഇപ്പം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അല്ലാതെ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി അധികാരമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ഷാരിഖ് ശംസിനെ പോലെ വലിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയുള്ള സംഭവം ആകാൻ വേണ്ടിയൊന്നുമല്ല. ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻഫ്ലുവൻസിങ് ആണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസിങ് ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും പറയാൻ ഇൻഫ്ലുവൻസിങ് ആണ്. പക്ഷേ അതിനകത്ത് ഒരു പ്ലഷറുണ്ട്, ഒരു പ്രത്യേക സുഖമുണ്ട്. ഇപ്പം നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സുഖമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അല്ല ഇതിനകത്ത് വലിയ ഭീകര വരുമാനമൊന്നും കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. ഈ ചാനൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ ചാനലാണ്. അതായത് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളോ, നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. എനിക്കും പറ്റിയ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനത് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടായ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൻ്റെ മാറ്റം, പിന്നെ നമുക്ക് ലൈഫിലുണ്ടായ ഒരു പ്രോഗ്രസ്, മാത്രമല്ല നമ്മുടെ ചിന്താഗതി ഉണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഷെയർ മാർക്കറ്റ് നല്ല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമല്ല. അപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ കാഴ്ചപ്പാട്, ഇപ്പോൾ നമ്മളൊന്നും സ്കൂളിലോ കോളേജിലോ ഒന്നും ഫൈനാൻഷ്യൽസിനെ പറ്റി വലിയായിട്ട് പഠിക്കുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വരാൻ തുടങ്ങിയ ശേഷം നമുക്ക് ഫൈനാൻഷ്യൽസിനെ പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ബേസിലാണ് നമ്മൾ ലൈഫ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈനാൻഷ്യൽസിനെ പറ്റിയൊന്നും വലിയൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബേസ് ചെയ്ത ഫീൽഡിലൊക്കെ ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പണം ഗ്രോ ആകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി സമ്പാദിച്ച് വെച്ചാൽ ഒരിക്കലും നമുക്ക് ആ പൈസ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പം പണത്തിൻ്റെ ഒരു ഒഴുക്ക്, എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഫീൽഡിലോട്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. നമ്മൾ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്രോബബിലിറ്റിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ മേഖലയും പഠിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഒരു പഠനം ഉണ്ടല്ലോ, ഈ പഠിക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഇതായിട്ട് വരുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ട്രേഡ് ചെയ്യാൻ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള സംഭവമല്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, മണി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻവെസ്റ്റിംഗ് കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊരു കംപ്ലീറ്റ്ലി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. കാരണം എനിക്കിതിനകത്ത് ഭയങ്കര എക്സൈറ്റ് തോന്നി. കാരണം വെച്ചാൽ ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ സയൻസ് ആയിരുന്നു, BSc ഫിസിക്സാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ +1 +2 സമയം എന്ന് പറയുമ്പോഴത്തേക്കും കൊമേഴ്സിനേക്കാൾ ബെസ്റ്റായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സയൻസാണ്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് കൊമേഴ്സ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന്. കാരണം പല ആൾക്കാരും കൊമേഴ്സിൽ പോകേണ്ട ആൾക്കാർ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സയൻസ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പം കുറേ നാളിന് ശേഷമാണ് അവർ പിന്നെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പല ആൾക്കാരും പല സ്റ്റാർട്ടപ്പുകളും ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉദാഹരണം ഷാരിഖ് ശംസിനൊക്കെ ഒരു എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു പല ആൾക്കാരും കൊമേഴ്സ് ഫീൽഡിൽ പോകേണ്ട ആൾക്കാർ സയൻസ് ഫീൽഡ് എടുത്തിട്ട് കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്കും കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നൊരു ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സാണ്. പക്ഷേ അതെനിക്ക് മനസ്സിലായത് 25 വയസ്സിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കാണ്. നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്താൻ പറ്റണം. പല ആൾക്കാർക്ക് 20 വയസ്സിന് മുന്നേ അത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഞാൻ പിന്നീട് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു കൊമേഴ്സ് ഫീൽഡിലോട്ട് എനിക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടി. അപ്പോൾ അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം ഗെയിം ചേഞ്ചർ എനിക്ക് ഉണ്ടായത്. അതായത് എങ്ങനെയൊക്കെയാണ് ബിസിനസ്സുകൾ എങ്ങനെ റൺ ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പ് കമ്പനികൾ എങ്ങനെ റൺ ചെയ്യുന്നത്,
അതായത് ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫ്രീഡം, മാത്രമല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഷെയർ മാർക്കറ്റിലോട്ട് വരാൻ തുടങ്ങിയ ശേഷം ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടു, കുറേ ബുക്കുകളൊക്കെ വായിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട്, അതായത് കൊമേഴ്സ് ഫീൽഡിലോട്ട് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ കൂടുതലും കൊമേഴ്സ് ഫീൽഡ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത്. അങ്ങനെയാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ട് വന്നത്. അല്ലാതെ ഞാൻ ഡയറക്റ്റ് ട്രേഡിങ്ങിലോട്ട് അങ്ങ് വരുമല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. നമുക്ക് താല്പര്യമുള്ള ഫീൽഡിനെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും തിരുത്താനും ഒക്കെ നമ്മൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും, ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ല നിങ്ങൾക്ക് പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് പാടായിരിക്കും. കാരണം ഇത് നമ്മൾ മണി മേക്കിംഗ് മാത്രമല്ല, നമുക്ക് കുറച്ച് കോമൺ സെൻസും നമ്മുടെ ഒരു ഓൺട്രപ്രൂണർ സ്റ്റൈലുണ്ടല്ലോ, ആ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കുറച്ച് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നഷ്ടങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, മാത്രമല്ല നമുക്ക് ലൈഫിലൊരു ക്രൈസിസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവണം, എങ്ങനെയാണത് ഒന്ന് സെറ്റായി വരേണ്ടത്. പിന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ. കാരണം ഇവിടെ എപ്പോഴും നമുക്ക് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മൈൻഡ് സെറ്റാക്കി വെക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ ശരിക്കും ഒരു ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങളാണ്. സയൻസ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരല്ല, സയൻസ് പഠിച്ച ആൾക്കാർക്ക് ഇതുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു മേഖല നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഭയങ്കരമായിട്ട് മാറും. അപ്പം പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സംഭവത്തിലോട്ടൊക്കെ നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടും. പിന്നെ ലൈഫിൽ നമുക്ക് കുറച്ച് ചിട്ടകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും ഷെയർ മാർക്കറ്റ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് എനിക്കുണ്ടായ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ഞാൻ പറയാം. അതായത് നമുക്ക് ചിട്ടയുണ്ട് ലൈഫിൽ, കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ കൺട്രോളിലാക്കി ചെയ്യാൻ നോക്കും. മാത്രമല്ല നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഡിസിപ്ലിൻ ആകുക എന്നുള്ളതല്ല, ലൈഫിൽ മൊത്തത്തിൽ നമ്മൾ ഡിസിപ്ലിൻ ആകും. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, പേഴ്സണൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. കാരണം നമുക്ക് കൺസിസ്റ്റൻസിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ നമ്മൾ എവിടെയും എത്തത്തുള്ളൂ. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആകാൻ വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പൈസ എന്നുള്ള എലമെൻറ്റ് മാത്രമല്ല, കുറച്ച് അധികം കാര്യങ്ങളുണ്ട് നമ്മളത് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഏത് ടൈപ്പ് ആൾക്കാർക്കാണ് ഇത് സൂട്ടബിൾ ആകുന്നത് ഞാൻ പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും സൂട്ടബിൾ ആകും, അവനോ കഷ്ടപ്പെട്ടെങ്കിൽ ശരിയാകും. പക്ഷേ എന്നാലും ഞാൻ പറയാം, കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇതിനെ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരു ബിസിനസ് തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് അത്യാവശ്യം ബെസ്റ്റ് ചോയ്സാണ്. കാരണം ഒരു ബിസിനസ്സുകാരനാകാമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം നമുക്ക് ഒരുപാട് മെൻ്റൽ ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവരാൻ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ തുടങ്ങുന്ന ബിസിനസ് നല്ലപോലെ ക്ലച്ച് പിടിച്ച് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് വീണ്ടും തുടങ്ങാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അപ്പം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറയും, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു, മര്യാദയ്ക്ക് ജോലിക്ക് പോയാൽ പോരുന്നു, ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ പറയും. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും നമ്മൾ സീറോയിട്ട് വന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെ റെയറായിട്ടുള്ള മൈൻഡാണ്. മനസ്സിലായി, അത് ഒരു ബിസിനസ്സുകാരന് വേണ്ട ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യണതിനെ പറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ലൈഫിൽ. നമ്മൾ ഇമോഷണലായിട്ട് അവിടെ റിയാക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ വീണ്ടും വേഴ്സ് ആകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊരു കൺട്രോളായിട്ട് റിയാക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിപ്പിച്ചു തരുന്ന സാധനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് ആയിക്കോട്ടെ ഷെയർ മാർക്കറ്റ് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വക ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ജസ്റ്റ് ഒരു പണം ഉണ്ടാക്കാനുള്ള സമ്പ്രദായം മാത്രമല്ല, ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഫീൽഡുകൾ, അതായത് ഹൈലി വൾണറബിൾ ആണെന്ന് തോന്നിക്കുന്ന ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡിലൊക്കെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ച് സെറ്റായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആണ്. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അടുത്ത കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളും പറയാം. അത് ട്രേഡിങ് മാത്രമല്ല, കുറച്ച് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ നമ്മുടെ കരിയർ എങ്ങനെ സെലക്ട് ചെയ്യണം, മാത്രമല്ല ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയർ സ്വിച്ച് ചെയ്ത് അതുകൊണ്ട് ഇതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അതാണോ നല്ലത്, ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.